ഇന്നേ കുറച്ച് ചിക്കൻ വാങ്ങിയായിരുന്നേ, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയുടെ ആവശ്യം എനിക്കില്ല, അപ്പോൾ അത് കുറച്ചങ്ങ് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പച്ചയോടുകൂടി വേവിക്കാതെ ഈ ചിക്കൻ മാറ്റി വെച്ചിരുന്നാൽ അത് എടുക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലും എന്തോ എനിക്കതിൻ്റെ ഒരു ചുവ പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ആവി കയറ്റിയാണ് ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ആവി കയറ്റി ഞാനിതൊന്ന് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2-3 ആഴ്ചയോളം നമുക്ക് ആ ചിക്കൻ എടുത്താലും വേറെ ഒരു സ്മെല്ലോ ഒന്നും വരത്തില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഫ്രഷല്ല, നമ്മൾ ആവി കയറ്റി വയ്ക്കുമ്പോൾ ആ ആവിയുടെ ആ ഒരു ഇതിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ടേസ്റ്റിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിലൊരു വ്യത്യാസം വരത്തില്ല. ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ടോ പേസ്റ്റ് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. അത് ആ ചിക്കനിൽ കൂടെ ഒന്ന് വിരവിയെടുക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാനിതൊന്ന് വിരകിയെടുക്കട്ടെ. ഇതാ നല്ലതായിട്ട് വിരകി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെ നമുക്കിതാ ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ച് ആവി കയറ്റി നമുക്ക് എടുക്കാം. ഇഡ്ഡലി കുട്ടവും നമ്മൾ അടുപ്പി വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ആവി കയറ്റി നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാ ഇഡ്ഡലി കുട്ടത്തിൽ ഇതുപോലെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാവേ. ഇതാ ഒരു അരഭാഗം ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലിന് നല്ല ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് 2-3 ആഴ്ചയോളം നമുക്ക് ഈ ചിക്കൻ ഉപയോഗിക്കാൻ പറ്റും. ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരാതെ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാ പേരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. ചിക്കൻ കിട്ടുവാണെങ്കിൽ പച്ചയോടുകൂടി നിങ്ങൾ ചിക്കൻ ഫ്രീസറിൽ കയറ്റി വയ്ക്കാതെ ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തുമില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് ഫ്രഷായിട്ടുള്ള ചിക്കൻ വയ്ക്കുന്നത് പോലെയുള്ള ഒരു രുചിയിൽ മനസമാധാനത്തോടു കൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ.